ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ തിരുപ്പതിയിലേക്കുള്ള ഒരു യാത്രയുടെ വീഡിയോ ആണ് ഈ ചെയ്യുന്നത്. തിരുപ്പതിയിലെ ടിക്കറ്റ് എങ്ങനെ എടുക്കാം, അധിക സമയം നമ്മൾ വെയിറ്റ് ചെയ്യാതെ എങ്ങനെ ദർശനം നടത്താം, നമ്മുടെ സ്വന്തം വണ്ടിക്ക് ഇവിടുന്ന് തിരുപ്പതിക്ക് പോകാൻ എന്ത് ചിലവാകും എന്നുള്ളതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത്, വീഡിയോ മുഴുവനായി കാണണം. അപ്പോൾ സമയം രാവിലെ 6 മണിയായി. നമ്മൾ രാവിലെ പോകാൻ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ ഭഗവാന് സമർപ്പിക്കാനുള്ള ഹുണ്ടി കൊണ്ടുപോകണം. ഓരോ ദിവസവും നമ്മൾ വിളക്ക് കത്തിക്കുമ്പം ഓരോ കോയിൻ വീതം ഒരു പാത്രത്തിലിട്ട് വെക്കാറുണ്ട്. അതാണ് നമ്മൾ ഭഗവാനുള്ള കാണിക്കയായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മൾ ഇട്ട് വെച്ച കാണിക്കയെല്ലാം ഒരു പട്ടിനകത്ത് പൊതിഞ്ഞ് ഒരു കിഴിയായിട്ടാണ് കൊണ്ടുപോകുന്നത്. അത് കൊണ്ടുപോയി നമ്മൾ ഭഗവാന്റെ ദർശനം കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങുമ്പോൾ അവിടെ വലിയ ഹുണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിലാണ് സമർപ്പിക്കുന്നത്. നമ്മൾ ഭഗവാന് എന്ത് കാണിക്ക കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ ആ വലിയ ഹുണ്ടിയിലാണ് സമർപ്പിക്കേണ്ടത്. നമ്മൾ എന്ന് പോയാലും ഇതുപോലെ പട്ടിൽ പൊതിഞ്ഞ് തന്നെയാണ് ഭഗവാനുള്ള കാണിക്ക കൊണ്ടുപോകുന്നത്. ഇപ്പൊ സമയം 6:30 നമ്മൾ നേരത്തെ ഇറങ്ങണമെന്ന് കരുതിയതാണ്. പക്ഷെ കുട്ടികളെയൊക്കെ റെഡിയാക്കി വന്നപ്പോഴത്തേക്കും സമയം ഇത്രയായി. നമ്മളിവിടുന്ന് നേരെ പോകുന്നത് പൊൻകുന്നം, മുണ്ടക്കയം, കുമളി ആ റൂട്ടിലാണ് നമ്മൾ പോകുന്നത്. കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് തമിഴ്നാട് ഇറങ്ങുകയാണെങ്കിൽ ആ റോഡിൽ വലിയ ബ്ലോക്ക് ഒന്നും ഇല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ യാത്ര ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എന്ന് പോയാലും ആ റൂട്ടിലാണ് പോകാറുള്ളത്. ഇപ്പൊ സമയം 7 മണിയാണ്. നമ്മൾ 6 കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാഞ്ഞിരപ്പള്ളി കഴിഞ്ഞു. ഇത് തിരുപ്പതിയിലേക്കുള്ള നമ്മുടെ 19ാമത്തെ യാത്രയാണ്. 2016 കല്യാണം കഴിഞ്ഞ് 2016 ആദ്യമായിട്ട് നമ്മൾ തിരുപ്പതിക്ക് പോകുന്നത്. നമ്മുടെ ബാംഗ്ലൂരുള്ള അമ്മാവനാണ് നമ്മൾ ആദ്യമായിട്ട് തിരുപ്പതി കൊണ്ടുപോകുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് നമ്മൾ വർഷത്തില് 1-2 പ്രാവശ്യം എല്ലാം പോയി. ഇതിപ്പം 19ാമത്തെ തവണയാണ് ഈ പോകുന്നത്. അതായത് നമ്മള് ട്രെയിനിന് പോയിട്ടുണ്ട്. പിന്നെ 2017 നമ്മുടെ മോന് 7 മാസമായപ്പോഴത്തേക്കും നമ്മള് ബുള്ളറ്റിലാണ് അവന് തലമുട്ടയടിക്കാൻ വേണ്ടിയിട്ട് തിരുപ്പതിയിൽ 2ാമത്തെ പ്രാവശ്യം പോകുന്നത്. അത് നല്ലൊരു യാത്രയായിരുന്നു. നമുക്ക് ഈ കാറിനൊക്കെ പോകുന്നതിനെക്കാട്ടിലും ട്രെയിനിന് പോകുന്നതിനെക്കാട്ടിലും എല്ലാം ഇഷ്ടപ്പെട്ടത് അന്ന് ആ ബുള്ളറ്റിന് പോയതാണ്. നമ്മളിങ്ങനെ എല്ലാ പ്രാവശ്യവും തിരുപ്പതിക്ക് പോയിട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് ഇത് അവിടുത്തെ ടിക്കറ്റ് എടുക്കുന്നത്, എങ്ങനെയാണ് കാറിന് ഇത്രയും ദൂരം യാത്ര ചെയ്യുന്ന, അതിന്റെ എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ എത്രയാകും എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം പോകുന്ന സമയത്ത് ഒരു വീഡിയോ എടുത്ത് ചെയ്യാമെന്ന് കരുതിയത്. പോകുന്ന റൂട്ടും പിന്നെ എന്തിന്റെ ചെലവുകളും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. നമ്മൾ തിരുപ്പതിക്ക് പോകുമ്പോൾ എപ്പോഴും ടിക്കറ്റ് എടുത്ത് പോകുന്നതാണ് നമുക്ക് തൊഴാനായിട്ട് ഏറ്റവും നല്ലത്. എല്ലാ മാസവും ഒരു 19-ാം തീയതി മുതൽ തന്നെ ഓരോ ദിവസവും ഓരോരോ ടൈപ്പ് ടിക്കറ്റുകൾ ലഭ്യമാണ്. ഇലക്ട്രോണിക് ഡിപ്പ്, ശ്രീവരി ആർജിത സേവ, വെർച്വൽ സേവ, പിന്നെ അംഗപ്രദക്ഷിണ ടിക്കറ്റ്, ശ്രീവരി ട്രസ്റ്റ് ഡോണർ ടിക്കറ്റ്, സീനിയർ സിറ്റിസൺ ടിക്കറ്റ്, പിന്നെ സ്പെഷ്യൽ എൻട്രി ദർശൻ, തിരുമല ശ്രീവരി സേവ ടിക്കറ്റ്, അങ്ങനെ പല പല ടിക്കറ്റുകൾ ലഭ്യമാണ്. 2-ൽ കൂടുതൽ ആളുകളൊക്കെ പോകുമ്പോൾ സ്പെഷ്യൽ എൻട്രി ദർശനം ടിക്കറ്റ് എടുത്ത് പോകുന്നതാണ് നല്ലത്. ഇലക്ട്രോണിക് ഡിപ്പ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 6 മാസത്തിനുള്ളിൽ ദർശനം നടത്തിയിട്ടുണ്ടാവരുത്. അപ്പോൾ നമ്മുടെ ലോട്ടറി ടിക്കറ്റ് പോലെയാണ്. നമ്മൾ അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവര് അത് നറുക്കിടിട്ട് നമുക്ക് ടിക്കറ്റ് ലഭിക്കുകയാണെങ്കിൽ അതിൽ ദർശനം ലഭിക്കുന്നതാണ്. പിന്നെ വെർച്വൽ സേവയുണ്ട്. വെർച്വൽ സേവ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12 മാസത്തിനുള്ളിൽ എന്ന് വേണമെങ്കിലും നമുക്ക് ഒരു ഡേറ്റ് എടുത്ത് നമുക്ക് ദർശനം നടത്താൻ സാധിക്കും. അംഗപ്രദക്ഷിണം ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ തന്നെ സുപ്രഭാത സേവയൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ 10,500 രൂപയുടെ ഡൊണേഷൻ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഭഗവാന്റെ തൊട്ടടുത്ത് നിന്ന് ദർശനം ലഭിക്കുകയും ചെയ്യും. 1 മണിക്കൂർ കൊണ്ട് ദർശനം പൂർത്തിയാക്കാനും സാധിക്കും. പിന്നെ നമ്മുടെ വീട്ടിൽ 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ, അതായത് 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മാത്രം മതി. കുട്ടിക്കും അവരുടെ പേരൻസിനും സുബദം വഴി ഫ്രീ ആയിട്ട് ദർശനം ലഭിക്കുന്നതാണ്. പിന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ തിരുമലയിലെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ രാവിലെ 8 മണിക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക. അവർ ചെക്കപ്പ് ഒക്കെ നടത്തും. അത് കഴിഞ്ഞ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുബദം വഴി ദർശനം നടത്താനുള്ള ടിക്കറ്റും കിട്ടും. നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തതിന്റെ ഒരു സർട്ടിഫിക്കറ്റും കിട്ടും.
നമുക്ക് അവിടെ ചെന്ന് വേണമെങ്കിലും ടിക്കറ്റ് എടുക്കാം. പക്ഷെ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ആ പറയുന്ന ടൈമിൽ അവിടെ ചെന്നാൽ മതി. സുഖമായിട്ട് ദർശനം നടത്തി തിരിച്ചു പോരാൻ സാധിക്കും. നമുക്ക് ചിലപ്പോൾ അവിടുന്ന് SSD ടോക്കൺ ഒക്കെ ലഭിക്കുമ്പോൾ ചിലപ്പോൾ ഇന്ന് എപ്പോഴാണോ നിൽക്കുന്നത് നാളെ ചിലപ്പോൾ ആ ടൈമിലായിരിക്കും ദർശനം ലഭിക്കുന്നത്. ഓരോ ദിവസത്തെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ദർശനത്തിന്റെ സമയം. അതുപോലെ ഫ്രീ ആയി VIP ദർശനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ 10 ലക്ഷം തവണ ഒന്നുകിൽ ഓ നമോ വെങ്കിടേശായ എന്നോ അല്ലെങ്കിൽ ഗോവിന്ദ എന്നോ എഴുതിയാല് ആ ഒരു ബുക്ക് എഴുതുന്ന ആ ബുക്ക് കൊണ്ടുപോയി TTDയിൽ കൊടുക്കുകയാണെങ്കിൽ ആ എഴുതിയ ആൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഫ്രീ ആയിട്ട് ദർശനം നടത്താൻ സാധിക്കും. അതും VIP ദർശനം ലഭിക്കുന്നതാണ്. സമയം ഇപ്പോൾ 8:30 അപ്പൊ നമ്മള് വഴിയിൽ കണ്ട ഒരു ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി. നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിറങ്ങി. ഇപ്പോൾ നമ്മൾ കുമളി എത്തി. സമയം ഇപ്പം 8:50. ഹെയർ പിൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ തന്നെ വഴി ബ്ലോക്ക് ആണ് കേട്ടോ. നമ്മളിനി ഇവിടുന്ന് പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാല് തേനി, ഡിണ്ടിഗല്, കാരൂര്, നമക്കൽ, രാസിപുരം, സേലം, പിന്നെ ധർമ്മപുരി, കൃഷ്ണഗിരി, അവിടുന്ന് അമ്പൂർ, ചിറ്റൂര്, അവിടുന്ന് തിരുപ്പതി. 10 മിനിറ്റായി നമ്മൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതുവരെയും ഒരു അനക്കമില്ല. എത്ര സമയം കിടക്കേണ്ടി വരുമെന്ന് അറിയില്ല ഇവിടെ. അപ്പൊ അങ്ങനെ വണ്ടി മൂവ് ആയി തുടങ്ങി കേട്ടോ. പള്ളിക്കത്തോടുന്ന് തിരുമല വരെ 742 കിലോമീറ്റർ ഉണ്ട്. ഒരു 14 മണിക്കൂറോളം എടുക്കും അവിടെ ചെല്ലാനായിട്ട്. നമ്മളപ്പോ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിക്കാറില്ല. രാത്രിയിൽ അതൊരു 8-9 മണി വരെയൊക്കെ വണ്ടി സാധാരണ ചിലപ്പോഴൊക്കെ ഓടിക്കാറുള്ളൂ. കുമളി ഹെയർപിൻ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യാതൊരു തിരക്കും ഇല്ല. കണ്ടില്ലേ, വഴി ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നു. നമുക്ക് ഫ്രീ ആയിട്ട് പോകാം, യാതൊരു തിരക്കും ഇല്ല. ഇപ്പൊ തിരുപ്പതിയിലെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റൂമാണ് ബുക്ക് ചെയ്യേണ്ടത്. തിരുമലയിൽ തന്നെ റൂം കിട്ടും. 50, 100, 1000 എല്ലാ റേറ്റിലുമുള്ള റൂമുകൾ ലഭ്യമാണ്. അഥവാ നമ്മൾ ഈ റൂം ബുക്ക് ചെയ്തില്ല എങ്കിലും പ്രശ്നമല്ല. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയ വലിയ ഹാളുകളുണ്ട്. അപ്പൊ നമുക്ക് ആധാർ കാർഡ് കാണിച്ചു കഴിയുമ്പോൾ അവര് ഒരു ലോക്കറിന്റെ കീ തരും. അവിടെ പായുണ്ട്. നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ബാത്റൂമുകൾ അവൈലബിൾ ആണ്. കുളിക്കാൻ ചൂടുവെള്ളം, തണുത്ത വെള്ളം എല്ലാം അവൈലബിൾ ആണ്. ഞങ്ങൾ 19 പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ പ്രാവശ്യത്തെ പോകുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ടാണ് അവിടെ റൂം ബുക്ക് ചെയ്യുന്നത് തിരുമലയിൽ. അല്ലാത്തപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും തിരുപ്പതിയിലാണ് റൂം ബുക്ക് ചെയ്യുക. തിരുപ്പതിയിൽ റൂം ബുക്ക് ചെയ്താലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ നമ്മളെ ബാഗുകളെല്ലാം അലിപ്പിരി ചെക്ക് പോസ്റ്റിൽ കൊണ്ടുപോയി ചെക്കിങ്ങിന് വിടേണ്ടി വരും. അപ്പൊ നമ്മൾ ഇതെല്ലാം ഇങ്ങനെ ചുമന്നുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. തിരുപ്പതിയിൽ റൂം ബുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ റൂമിൽ തന്നെ ഈ ബാഗുകളെല്ലാം വെച്ച് റെഡി ആയിട്ട് നമുക്ക് പോയാൽ മതി. ഇപ്പോൾ സമയം 9:30. ഇതാണ് സീലയംപട്ടി എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ എന്ന് ഈ വഴി യാത്ര ചെയ്താലും നമ്മൾ ഈ പൂക്കടയിൽ നിന്ന് ഒരു പൂമാല വാങ്ങി നമ്മുടെ വണ്ടിക്ക് ഇട്ടിട്ടേ പോകാറുള്ളൂ. പ്രത്യേകിച്ച് തിരുപ്പതിക്ക് പോകുമ്പോൾ. ഒരു മീഡിയം ടൈപ്പ് മാലയ്ക്ക് 80 രൂപയെ റേറ്റ് ഉള്ളൂ. അങ്ങനെ നമ്മൾ വണ്ടി വഴിയിൽ ഒരിടത്ത് ഒതുക്കി മാലയൊക്കെ ഇട്ടു. സമയം ഇപ്പൊ 1:45. നമ്മളിപ്പോ സേലം എത്തി. സേലം ഇപ്പം ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ ഒരു രാമലിംഗം എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്. നമ്മളിപ്പോ അവിടെ കയറിയതാണ്. ഊണ് കഴിച്ചിട്ട് ഇനി ബാക്കി യാത്ര എന്ന് കരുതി. ആദിക്കും അതിമോൾക്കും തമിഴ്നാട്ടിലെ ഊണാണ് ഏറ്റവും ഇഷ്ടം. സമയം ഇപ്പോൾ 4:20. നമ്മളിപ്പോൾ കൃഷ്ണഗിരി എത്തിയതേ ഉള്ളൂ. ഇവിടുന്ന് നമ്മൾ പോകുന്നത് കാണിപ്പക്കം ശ്രീ സ്വയംഭൂ വരസിദ്ധി വിനായക ക്ഷേത്രത്തിലേക്കാണ്. അത് TTDയുടെ തന്നെ ഒരു ക്ഷേത്രമാണ്. തിരുപ്പതിയിലേക്ക് പോകുമ്പോൾ ഇവിടെ കയറി ഗണപതി ഭഗവാനെ കണ്ടിട്ട് വേണം അങ്ങോട്ട് പോകുവാൻ. ഒരു കിണറ്റിൽ നിന്നും സ്വയംഭൂവായി ഉയർന്നു വന്നതാണ് ഇവിടുത്തെ ഭഗവാൻ. ആ കിണറ്റിൽ നിന്നും വെള്ളം വരുന്നത് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും. രാത്രി 8 മണിയായപ്പോഴത്തേക്കും നമ്മൾ കാണിപ്പക്കം എത്തിയിരുന്നു. റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഫുഡ് കഴിച്ച് റൂമിൽ കിടന്നുറങ്ങി. രാത്രി ആയതുകൊണ്ടാണ് പിന്നെ വീഡിയോ എടുക്കാഞ്ഞത്. ഇപ്പോൾ രാവിലെ റെഡിയായി നമ്മൾ വന്നതാണ്, ദർശനത്തിന് വേണ്ടി വന്നതാണ്. ഫോൺ അകത്തേക്ക് കയറ്റാൻ പറ്റില്ല. ഫോൺ നമ്മൾ വണ്ടിയിൽ വെച്ചിട്ട്
നമ്മൾ ദർശനത്തിനായിട്ട് പോകും. ബാക്കി അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും.